മിശിഹായിൽ ഒത്തിരി സ്നേഹിക്കപ്പെടുന്നവരെ, നമ്മൾ വലിയ നോമ്പിലൂടെ കടന്നു പോവുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പ്രധാനമായും ദാനധർമ്മത്തെക്കുറിച്ചും പ്രാർത്ഥനയെക്കുറിച്ചും ഉപവാസത്തെക്കുറിച്ചും നമുക്ക് കാണുവാൻ സാധിക്കും. ദാനധർമ്മം എന്ന് പറയുമ്പോൾ നമ്മൾ പ്രധാനമായും നമ്മുടെ സഹോദരങ്ങൾക്ക് ആവശ്യമുള്ളത് നൽകുക എന്നതാണ്. ഒരിക്കല് വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ വെച്ച് മാർപ്പാപ്പ അവിടുത്തെ ജനങ്ങളോട് പ്രകാരം ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഭിക്ഷക്കാരെ കാണാറുണ്ടോ? അപ്പോൾ ജനക്കൂട്ടം മറുപടി പറയുന്നുണ്ട്, ഉണ്ട്. അതിനുശേഷം വീണ്ടും മാർപ്പാപ്പ ഇപ്രകാരം ചോദിച്ചു, നിങ്ങൾ ഭിക്ഷ കൊടുക്കാറുണ്ടോ? അപ്പോൾ അവർ മറുപടി പറഞ്ഞു, ഉണ്ട്. അതിനുശേഷം വീണ്ടും മാർപ്പാപ്പ ഇപ്രകാരം ചോദിച്ചു, നിങ്ങൾ ഭിക്ഷ കൊടുക്കുമ്പോൾ അവരുടെ കണ്ണുകളിൽ നോക്കാറുണ്ടോ? ആ സമയം ജനക്കൂട്ടം വലിയ നിശബ്ദത പാലിക്കുകയും വീണ്ടും മാർപ്പാപ്പ ചോദിച്ചു, നിങ്ങൾ ഭിക്ഷ കൊടുക്കുമ്പോൾ അവരുടെ കരങ്ങളിൽ സ്പർശിച്ചിട്ടുണ്ടോ? വീണ്ടും ജനക്കൂട്ടം നിശബ്ദത പാലിക്കുകയും ആ സമയത്ത് മാർപ്പാപ്പ ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ ഭിക്ഷ കൊടുക്കുമ്പോൾ അവരുടെ കണ്ണുകളിൽ നോക്കാതെ പോയാൽ അത് നിങ്ങൾ ക്രിസ്തുവിന്റെ കണ്ണുകൾ കാണാതെ പോയതിന് തുല്യമാണ്. നിങ്ങൾ ഭിക്ഷ കൊടുക്കുമ്പോൾ അവരുടെ കരങ്ങളിൽ സ്പർശിക്കാതെ പോയാൽ നിങ്ങൾ ക്രിസ്തുവിന്റെ കരങ്ങളിൽ സ്പർശിക്കാതെ പോയതിന് തുല്യമാണ്. സ്നേഹമുള്ളവരെ, നമുക്ക് കിട്ടിയ ഈ ലോകത്തിലെ ജീവിതം വളരെ ലളിതമാണ്. ഈ സമയങ്ങളിൽ നമുക്ക് കൊടുക്കുവാനുള്ളത് നമ്മുടെ സഹോദരന് കൊടുക്കുവാനും അവനെ സ്നേഹിക്കുവാനും സാധിക്കണമെന്ന് ഈ നോമ്പുകാലം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമതായി പ്രാർത്ഥനയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈശോ പറയുന്നുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ രഹസ്യമായി പ്രാർത്ഥിക്കുവാൻ, നിങ്ങൾ മുറിയിൽ ഒറ്റയ്ക്കായിരുന്നു പ്രാർത്ഥിക്കുവാനായിട്ട്. അതോടൊപ്പം തന്നെ ഈശോ പറയുന്നുണ്ട്, നിങ്ങൾ അതിഭാഷണം നടത്തരുത്. സ്നേഹമുള്ളവരെ, ഈ നോമ്പുകാലത്ത് നമുക്ക് ദൈവത്തോട് കൂടെയായിരിക്കുവാനും അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബ പ്രാർത്ഥനയും വ്യക്തിപരമായ പ്രാർത്ഥനകളിലൊക്കെ ഈശോയെ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കും. മൂന്നാമതായി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും ആവശ്യമാണ് ഉപവാസം. ഉപവാസം എന്ന ഈ പുണ്യകർമ്മം നമ്മൾ പാലിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ നമ്മൾ ഉപേക്ഷിക്കുവാനായിട്ടാണ് ക്രിസ്തു നമ്മയോട് ആവശ്യപ്പെടുന്നത്. അല്ലാതെ മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി ഉപവസിക്കരുത് എന്ന് പറയും. നമുക്ക് നമ്മുടെ ജീവിതത്തെ ഈ നോമ്പുകാലത്തിലൂടെ കടന്നു പോകുമ്പോൾ വളരെ ലളിതമായി ജീവിക്കുവാനും ക്രിസ്തുവിന് സ്വന്തമായി ജീവിക്കുവാനും അതിനെ മറ്റൊരു ക്രിസ്തുവായി തീരുവാനും നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.